ലാമിൻ യമാൽ ഈയിടെയായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ യൂറോ കപ്പ് മുതലൊക്കെ ഫുട്ബോൾ ലോകം ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട താരങ്ങളിലൊരാൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട യുവതാരം. നിലവിൽ ഫുട്ബോളിൽ വെറും 17 വയസ്സ് മാത്രമുള്ള യമാൽ നിലവിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. റീസെൻ്റ്ലി നടന്നിട്ടുള്ള 5 മത്സരങ്ങളിലൊക്കെ ആയിട്ട് 7 ഗോളുകൾക്ക് 4 അസിസ്റ്റ് 3 ഗോൾ ഒക്കെ അടിച്ചുങ്ങാണ്ട് അദ്ദേഹം ആ നിലവാരത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ ബാഴ്സലോണയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ വേണ്ടിയിട്ട് PSG ശ്രമിച്ചിരുന്നു, 250 മില്യൺ വരെ ഓഫർ ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. 250 മില്യൺ പറയുമ്പോൾ നെയ്മറിൻ്റെ ആ തുകയേക്കാൾ വലിയൊരു എമൗണ്ട് ആയി 250 യൂറോ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്രയും വലിയൊരു ഓഫർ ഒഴിവാക്കിയിട്ടാണ് യമാൽ ഇപ്പോൾ ബാഴ്സലോണയിൽ തുടരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നിലവിലുള്ള യുവതാരങ്ങളിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ, അല്ലെങ്കിൽ ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്ന ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് യമാൽ. കഴിഞ്ഞ യൂറോ കപ്പിലാണ് അദ്ദേഹത്തെ നമ്മൾ കൂടുതലായിട്ട് അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഓരോ ഗോളുകൾ, അതായത് ഫ്രാൻസിനെതിരെ തന്നെ ഒരു ഗോള്, ഒരു അടവങ്കാലം കൊണ്ട് ഒരു ഗോള് ആ മൂലക്കിട്ടത്. ആ ഒരു ഗോളൊക്കെ എന്നും ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മളെ ലയണൽ മെസ്സിയുടെ അടവങ്കാല ഗോളിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഗോളുകൾ. അപ്പോൾ അതുമുതലൊക്കെ അദ്ദേഹം ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ ലോകം കീഴടക്കി തുടങ്ങി എന്നുള്ളതിന് ഒരു ഉദാഹരണം യൂറോ കപ്പ് ചാമ്പ്യന്മാരുമായി അദ്ദേഹത്തിൻ്റെ വരവ് സമയത്ത് തന്നെ, ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ. അതൊക്കെ ഏറ്റവും നല്ലൊരു നേട്ടങ്ങളാണ്. ഒരു ഫുട്ബോൾ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ വലിയ നേട്ടങ്ങളിലൊക്കെ എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ, അതുപോലെ ലോകത്തെ ഏറ്റവും വലിയ ക്ലബ്ബുകളിൽ ഒന്നായ ബാഴ്സലോണയിലൊക്കെ എത്തിപ്പെടുക, അതും ഒത്തിരി നല്ലൊരു സ്റ്റാർ വാല്യൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ, അത് സ്പെയിനിലാണെന്നുണ്ടെങ്കിലും ബാഴ്സലോണയിലാണെന്നുണ്ടെങ്കിലൊക്കെ അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് നല്ലൊരു ഓഫർ വന്നിരുന്നു PSG നിന്ന് എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് പറഞ്ഞിട്ടുള്ളത്. 250 മില്യൺ യൂറോ വരെയാണ് അദ്ദേഹത്തിന് PSG നൽകിയ മുന്നിൽ വെച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബാഴ്സയുടെ ഒരു ലെജൻഡ് ആവണം എന്ന് അദ്ദേഹത്തിനൊരു ആഗ്രഹമുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതേ ലെവലിൽ തന്നെ അദ്ദേഹത്തിന് ബാഴ്സയിൽ കളിക്കാനാണ് താല്പര്യമെന്ന് നമുക്കിത് ഈ ഒരു ഓഫറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോകാത്തതും, അതുപോലെ ബാഴ്സയുടെ ലെജൻഡ് ആവണമെന്നുള്ള സംസാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ബാഴ്സയിൽ നിന്ന് പെട്ടെന്നൊന്ന് പോകാൻ സാധ്യത കുറവാണ്.